ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലേക്ക് പോകാനാണ് നിൽക്കുന്നത്. ഞാൻ പോയിട്ടാണെങ്കിൽ ഇപ്പോൾ 2 കൊല്ലത്തിൻ്റെ അടുത്തേക്ക് ആവാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് എല്ലാവരും. നമ്മുടെ അമീതൊക്കെയാണ് കൊണ്ടാക്കുന്നത്, കമ്പനി ഫ്രണ്ടാണ് നമ്മുടെ. നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തുന്നതോറും ഒരു ഹാർട്ട് ബീറ്റ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഈ പ്രാവശ്യം നാട്ടിൽ പോകില്ല. നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പോകണം എന്ന്. അങ്ങനെ നമ്മൾ എത്തുന്നത് ഇപ്പോൾ ഒക്ടോബറിലാണ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര റഷ് ഉണ്ടായിരുന്നു. ഓൾറെഡി ചില ഫ്ലൈറ്റുകൾ ഡിലേയും കാര്യങ്ങളുണ്ടായിരുന്നു. എന്തോ എയർ ട്രാഫിക്കാന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ കേട്ടിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് അതിന് കറക്റ്റ് ടൈം എടുക്കുമോ നമുക്ക് നോക്കാം. അങ്ങനെ ഉള്ളിൽ കയറി നമ്മുടെ ചെക്കിങ്ങിൻ്റെ അവിടെ എത്തി. ലഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. നമ്മൾ റൂമിൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അധികം ഉണ്ടായിരുന്നില്ല. നമുക്ക് 100 മേലെ ഉണ്ടായിരുന്നു ലഗേജ് നോക്കിയപ്പോൾ. പക്ഷെ അത്രയും നമുക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് മാക്സിമം ഒരു 3 ബോക്സിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് പോകുന്നതോറും പോക്കോട്ടിനാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു ഫസ്റ്റ് ടൈമല്ല ഈ ഓർമ്മ വെച്ച സമയത്ത് നടക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കയറുന്നത്. അതിൻ്റേതായ കളികൾ അവനുണ്ടായിരുന്നു. അവനെച്ചാൽ അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലൊക്കെ ആയിട്ട് നിന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഉള്ളിൽ തന്നെ മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്തു. അങ്ങനെ മെട്രോ വന്ന് ഉള്ളിൽ കയറി. പോക്കുട്ടനാഞ്ചേടയിൽ പാലെന്ന് പറഞ്ഞു പാല് കലക്കി അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ മെട്രോ പോകുമ്പോൾ പോക്കുട്ട നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. മെട്രോ എന്ന് പറഞ്ഞിട്ട് ബസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞു പറഞ്ഞു ഓരോന്ന് കാണുമ്പോൾ. നമ്മൾ നേരെ ഉള്ളിലേക്ക് നടക്കുകയാണ്. നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഫസ്റ്റ് നോക്കണ്ടായിരുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അവിടെ കയറി എന്തൊക്കെയാണ് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് കയറി. സമയത്ത് പോക്കോട്ടും പാല് കുടിച്ചുകൊണ്ട് തന്നെയായിരുന്നു. മെട്രോയിൽ വെച്ചിട്ട് ഫുള്ളായി ഉണ്ടായിരുന്നില്ല കുടിച്ചിട്ട്. അപ്പോൾ പിന്നെ അതും ഫിനിഷ് ആക്കാമെന്ന് വിചാരിച്ചല്ലോ. എന്നുണ്ടെങ്കിൽ അത് പിന്നെ വേസ്റ്റിൽ കളയണ്ടേ. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ പുറത്തിറങ്ങി ഡ്യൂട്ടി ഫ്രീയുടെ ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ ഉള്ളിൽ കയറി. എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റിനുള്ളിൽ നമ്മൾ നടന്നുകൊണ്ട് കാണാം. കുറച്ച് നേരം അവിടെ നമ്മൾ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോക്കുണ്ണാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കാറുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 കാർ എടുത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അവന് മെയിനായിട്ട് ഇപ്പോൾ അവൻ്റെ കാറുകളാണ് ഉള്ളത്. നോക്കുമ്പോൾ നമ്മൾ ഫ്ലൈ ദുബായിലാണ് പോണത്. ഫ്ലൈറ്റാണ് കിടക്കുന്നത്. പക്ഷെ അവർ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് അവർ വീൽ ചെയേഴ്സിനായ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ കയറ്റി. അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണ്. പോക്കുട്ടനാഞ്ച് ബസ് എന്ന് പറയുന്നത് കണ്ടിട്ട് അവന് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അതിൻ്റെ ഇടയിൽ കുറച്ച് റിപ്പയറിങ് പണികളാണെന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് നേരെ ഉള്ളിൽ കയറി. നമ്മുടെ സീറ്റ് നമ്പർ ഉണ്ടായിരുന്നത് മിക്സഡ് ആയിട്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചും ഒരാൾക്ക് വേറെ ആയിട്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പുറത്തേക്കാണ് അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. അതിൻ്റെ ഇടയിൽ പോക്കോട്ടിന് ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് കൊടുക്കണേണ്ടെന്ന് ആപ്പിൾ പൂരിയാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആപ്പിൾ പൂരി എടുത്ത് കൊടുത്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ അവന് ചെറിയൊരു കയപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലഗേജ് അതിൽ നമ്മുടെ ലഗേജിൻ്റെ മേലെ വേറെ ആരോ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബാഗ് ബാലൻസ് ഉണ്ടാവും. പിന്നെ അപ്പുറത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചു. പോക്കോട്ടിനാച്ച അവൻ്റെ കാറുകളും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടൈം നോക്കുമ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവരും കാണിക്കുന്നുണ്ട്. അവരുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കുറച്ച് നേരം നമ്മൾ നോക്കി എങ്ങനെ എമർജൻസി എക്സിറ്റ് കൂടി രക്ഷപ്പെടാം അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഓരോ കിടന്നിട്ട് നമുക്കതൊക്കെ ചിരി വരും അവർ കാണുമ്പോൾ. അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. അവരവരെ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ജസ്റ്റ് നോക്കിയിരുന്നു. പോക്കോട്ടിനൊക്കെ പുറത്തേക്ക് നോക്കിയിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ ചെവി പൊത്താനായിട്ട് പോക്കോട്ടിന് വേണ്ടിയിട്ടാണ് മങ്കി ക്യാപ്പ് വെച്ചത്. അവന് ഫസ്റ്റ് അത് വയ്ക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പുറത്തൊരു കുട്ടി അത് വെച്ച് കണ്ടപ്പോൾ പിന്നെ വെച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് ഇപ്പോൾ ഫ്ലൈറ്റ് എടുക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് വീണ്ടും ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു. ഫസ്റ്റ് പറഞ്ഞത് 20 മിനിറ്റ്സ് ആയിരുന്നു. ഓൾമോസ്റ്റ് 20 മിനിറ്റ്സും കഴിഞ്ഞു. ഏകദേശം ഒരു 1 ഹവറിന് മേലെയായി നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട്. പോക്കൂട്ടം പിന്നെ ഉറങ്ങിപ്പോയി. നമ്മൾ അവന് വേണ്ടി ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെവിക്ക് പ്രശ്നം വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉറങ്ങിയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ചെവിയൊക്കെ പൊത്തി പിടിച്ചു. പിന്നെ അങ്ങനെ നൈസായിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മളെ കണ്ണിൽ പൊടിയിടലായിരുന്നു. ഇവിടുന്ന് എടുക്കും, വേറെ സൈഡിൽ കൊണ്ടു നിർത്തും, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കും. അങ്ങനത്തെ ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ദേഷ്യം വന്നു തുടങ്ങി. എല്ലാവരും മുഖത്ത് എക്സ്പ്രഷൻ നോക്കുമ്പോൾ ഒക്കെ. അതിൻ്റെ ഇടയിൽ പോക്കോട്ടിനാഞ്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ നൈസായിട്ട് ഫ്ലൈറ്റ് എടുത്തിട്ട് ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് സൈഡ് സീറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുണ്ട്.
അപ്പം ഞാൻ ജസ്റ്റ് എത്തി പിടിച്ചിരുന്നിട്ട് കുറച്ച് എടുത്ത് നോക്കി വീഡിയോ. പക്ഷെ എനിക്ക് സൈഡ് തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വേഗം തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് നമ്മൾ വിശന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇൻസ്റ്റൻറ്റ് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നു, ഹൈദരാബാദി. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അത് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെ ആയിരുന്നു. ഏകദേശം ഒരു 400 റുപ്പീസാണ് കണ്ടത് നമ്മൾ നോക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു പേടിയിലായിരുന്നേ. ഇതെന്തായിരിക്കും നമുക്ക് അറിയില്ലല്ലോ. ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റൻറ്റ് ബിരിയാണി തന്നെ കഴിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഇത് പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. കാണാൻ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 8 മിനിറ്റ്സ് നമ്മൾ ഏകദേശം അത് വെള്ളം ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നവർ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് പൈസ നഷ്ടമൊന്നും വന്നില്ല. അതിൻ്റെ ഇടയിൽ പോക്കോട്ടൊന്ന് ഉറങ്ങിയ ആൾ എഴുന്നേറ്റുന്നുണ്ട്. അതിൻ്റെ മുടിയൊക്കെ അഞ്ചായി മുള്ളം വന്നേരം മുടി പോലെയായിട്ടുണ്ട് ഉറങ്ങിയിട്ട് വന്നപ്പോൾ. ആ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് അവൻ്റെ തല വേർത്തുണ്ടായിരുന്നു. പോക്കോട്ടിന് 5 വേർപ്പ് കൂടുതലുള്ള ആളാണ്. പോക്കോട്ട് ഉറക്കത്തിൽ നിന്ന് എൻ്റെ വഴിക്ക് പുറത്തേക്ക് ചൂണ്ടി വാട്ടർ എന്നാണ് പറഞ്ഞു പറഞ്ഞത്. പക്ഷെ നമ്മൾ കണ്ടതൊന്നും വാട്ടറിലായിരുന്നു. അത് ക്ലൗഡിൻ്റെ ആയിരുന്നു മെയിനായിട്ട്. പോക്കോട്ടിന് അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവന് കുറച്ച് നേരം ഇങ്ങോട്ട് വരും, കുറച്ച് നേരം അപ്പുറത്തിരിക്കും. അങ്ങനെയായിരുന്നു. നമുക്ക് ഒരു സീറ്റ് നമുക്ക് ഉണ്ട്. പക്ഷെ എന്നാലും അവ സ്വന്തമായിട്ട് ഇരിക്കണ്ടായിരുന്നില്ല. നമ്മുടെ മടിയിൽ തന്നെ ഇരുന്ന് അവിടെ. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയായിരുന്നു. നമ്മുടെ കണ്ണിന് കുളിർമ കാഴ്ചകൾ, നല്ല മേഘങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. എന്നിട്ട് പോക്കോട്ട് ഇടയ്ക്ക് ഉറങ്ങിപ്പോവും. പിന്നെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ ആൾക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ ഏകദേശം ഏജ് തന്നെയാണ് നമ്മൾ വിചാരിക്കണം. അവൻ ഇടയ്ക്ക് ടാറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പോക്കോട്ട് അവൻ്റെ കയ്യിലുള്ള കാറും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പൊന്തിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു അവനെ. അവനത് വേണമെന്ന് പറഞ്ഞിട്ട് അവന് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പോക്കോട്ടിൻ്റെ സാധനങ്ങൾ വെച്ചാൽ അവൻ പെട്ടെന്ന് കൊടുക്കില്ല. അവൻ എൻ്റെ എന്ന് പറഞ്ഞിട്ട് പോക്കോട്ട് നിൽക്കും. പോക്കോട്ടിന് ഞാൻ ജസ്റ്റ് കാണിച്ചു കൊടുത്തു. ആ കുട്ടീനെ പോക്കോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കളിക്കുന്നുണ്ട്. അവൻ മാറി നിൽക്കുകയായിരുന്നു. പിന്നെ അവൻ നാട്ടിലെത്തിയിട്ട് ഈ പച്ചപ്പന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണല്ലോ. നമ്മളവിടെ നിന്ന് കയറുമ്പോൾ നല്ല ചൂടും ഇവിടെ നല്ല മഴ പെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമുക്ക് മഴയൊന്നും കിട്ടിയില്ല. ചെറുതായിട്ടൊരു ചാറ്റലായിരുന്നു കണ്ടുള്ളൂ. പക്ഷെ നന്നായി മഴ പെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്രാക്കിൽ. പിന്നെ അവിടെ നിന്ന് കയറുമ്പോഴായാലും നമ്മുടെ ഇത് തന്നിരുന്നുണ്ടാകും. അങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഒരു ഇതായി. അങ്ങനെ പോക്കോട്ടിനായാലും പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. പോക്കോട്ട് വാട്ടർ എന്നൊക്കെ ഇടയിൽ പറയണ്ടായിരുന്നു. എന്നിട്ട് ചൂണ്ടിക്കാണിച്ച് തരാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ പോക്കോട്ട് എക്സൈറ്റ്മെൻ്റ് ആണ്. എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ എല്ലാവരും. അങ്ങനെ ഫ്ലൈറ്റ് സ്റ്റോപ്പായി. നമ്മൾ ഓരോരുത്തരായിട്ട് ലഗേജൊക്കെ ഇറക്കി. നമ്മൾ നൈസായിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഇറങ്ങാൻ പറ്റുക. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഓരോ സാധനം കാണുമ്പോൾ പോക്കോട്ടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോക്കോട്ടിൻ്റെ കയ്യിലെന്ന് വെച്ചാൽ 2 കാറും ഉണ്ട്. അവൻ കാറ് വെച്ച് മറിക്കാനും നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ലിഫ്റ്റ് വഴി പുറത്തിറങ്ങി ഒക്കെ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എക്സ്കലേറ്റർ ഓൾറെഡി ഫുള്ളായിരുന്നു. പിന്നെ നമ്മുടെ പോക്കോട്ടിനാണെങ്കിൽ ചപ്പായിൽ നിന്നിട്ട് പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. 2 കയ്യിൽ അവൻ്റെ കാറും പിടിച്ച് നമ്മൾ നേരെ ഡ്യൂട്ടി ഫ്രീയിലൊന്ന് കയറി. പിന്നെ ലഗേജിനോട് കുറച്ച് നേരം നമ്മൾ പോസ്റ്റായി. നമ്മളെ ഒരു ലഗേജ് കിട്ടാനായിട്ട് ഇത്തിരി ടൈം എടുത്തു. നമ്മൾ നിന്നതാണെങ്കിൽ ലാസ്റ്റ് ലഗേജ് ഇറങ്ങി വരുന്നതിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ നമുക്കത് ഇറങ്ങി വരുമ്പോൾ അത് ലാസ്റ്റായിട്ട് കിട്ടി തുടങ്ങും. അപ്പോൾ ലാസ്റ്റാണ് ശ്രദ്ധിച്ചത് നമ്മൾ. അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പോക്കോട്ടിനാണെങ്കിൽ കുറേ നാൾക്ക് ശേഷമാണ് അവർ കാണുന്നതും. പോക്കോട്ടിന് മനസ്സിലാവാത്ത പ്രായത്തിലായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ അമ്മയും ഞങ്ങൾ പോക്കോട്ടിനെ കണ്ടു. പോക്കോട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പോക്കോട്ടിനാച്ച് പിന്നെ ആര് വന്നു പിടിക്കാൻ നോക്കിയിട്ടൊരു എക്സ്പ്രഷൻ ഇടാത്തൊരു ഫീലാണ് കാണിക്കുക. ഒരു നാണത്തിൻ്റെ ചുണ്ട് വെച്ചിട്ട്. നമ്മൾ വേറെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി. മഴ പെയ്തുകൊണ്ട് തന്നെ ഫുള്ള് റോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ഓൾറെഡി പിന്നെ റോഡ് പണി നടക്കുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ ബ്ലോക്കുകളുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ റോട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. ട്രാഫിക്കുകളൊക്കെ ആയിട്ട് നമ്മുടെ മെയിൻ റോഡുകളിലൊക്കെ ബ്രിഡ്ജിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്ക് എടുത്തിട്ടുണ്ട് വീട്ടിലെത്താനായിട്ട്. അതിൻ്റെ ഇടയിലെല്ലാം ഇവിടെ പിന്നെ കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനാണല്ലോ. കാറുകാരനായാലും ലോറിക്കാരായാലും ഇടയിൽ കയറ്റിയൊക്കെ നിർത്തിയിട്ടാണ് അങ്ങനെ ഇടകൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു പേടി തോന്നും വണ്ടിയിലിരിക്കുമ്പോൾ. പോക്കോട്ടിനാച്ച് ഇടയ്ക്ക് വന്നൊക്കെ കാണിക്കുന്നുണ്ട്. നോക്കണേ ഇത് പാരാ ഇതാരാ ഇതാരാ